റിപ്പോർട്ടർ ബ്രേക്കിംഗ്. LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ ഉദ്യോഗാർത്ഥികൾ. ഉദ്യോഗസ്ഥരുടെ അട്ടിമറിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങും. കേന്ദ്ര സ്ക്രാപ്പേജ് പോളിസിയുടെ മറവിൽ ഒഴിവുകൾ പൂഴ്ത്തുന്നുവെന്നാണ് ആരോപണം. തങ്ങളുടേത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയാണെന്നും വാഹനമില്ല എങ്കിലും ഓഫീസ് ജോലി ചെയ്യാൻ നിയമപരമായി സാധിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഇപ്പോൾ പുതിയത് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ വകുപ്പിൽ പോയാലും വണ്ടിയില്ല എന്നുള്ളൊരു കാരണമാണ്. എല്ലായിടത്തും വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരു 25ഓളം വേക്കൻസി തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു സർക്കുലർ കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൽ ചുവട് പിടിച്ച് ഒരു ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. വണ്ടികളില്ല എന്ന് പറഞ്ഞിട്ടും പലയിടങ്ങളിലും താൽക്കാലികക്കാരെ നിർത്തിയിട്ടുണ്ട്. ഡ്രൈവർമാരുണ്ടെന്നാണ് പല വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും വാദം. MBDയുടെ P&ADയുടെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 86 സ്ഥിര നിയമനക്കാരും 88 താൽക്കാലികക്കാരും ഉണ്ടെന്നാണ് പറയുന്നത്. 88 പേരാ. അപ്പോൾ ആ ഒരു പോസ്റ്റെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മാറ്റി തരണം. അശ്വിൻ ഡിയോഗോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പറയുന്നത് അവർക്ക് കാലാവധി ഉടൻ തീരുമെന്നുള്ളതാണ്. ഏതുവരെയാണ് അവരുടെ കാലാവധി നിൽക്കുന്നത്? അവർക്ക് ഡ്രൈവർ തസ്തികയില്ലെങ്കിലും അവർക്ക് ഓഫീസ് ജോലിയും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചോ? എന്താണ് ഇവർ പറയുന്നത്? അസ്മൃതി, ഈ ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് നിലവിലിപ്പോൾ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളത്. ഇവർക്ക് കേരളത്തിൽ ഉടനീളമായി മുഴുവൻ ജില്ലകളിലെ ഏതാണ്ട് 2000ഓളം പേരാണ് ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് മാത്രം 25ഓളം പേർക്ക് മാത്രമാണ് നിലവിലിപ്പോൾ നിയമനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സർക്കുലർ പ്രകാരം ഈ വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഡ്രൈവർ ഈ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് PSCക്ക് ശുപാർശ നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു മുൻകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു സർക്കുലർ. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാ ഒഴിവുകളും അത് കൃത്യമായി തന്നെ അറിയിക്കണം എന്ന് PSCയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും വാഹനങ്ങളില്ല എന്ന കാരണത്താൽ ഇത്തരത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ MBD നടത്തിയ പഠനപ്രകാരം MBD ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഏതാണ്ട് 80ലധികം ഡ്രൈവർമാരെയാണ് ആവശ്യമായി വരുന്നത്. പക്ഷേ വാഹനങ്ങളില്ലാത്തതിനാൽ ഇവരെ ആരെയും എടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ ഒഴിവുകളൊന്നും തന്നെ ഉദ്യോഗസ്ഥർ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഇതിന്റെ കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഇവർക്ക് ഈ പുതിയ ഉത്തരവ് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ LDV ഡ്രൈവേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മറ്റ് വാഹനങ്ങളിൽ, അതായത് വകുപ്പുകളിൽ വാഹനങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും പുതിയ ഏതാണ്ട് 75ഓളം വാഹനങ്ങളാണ് ഈ സർക്കാർ വകുപ്പിലേക്ക് ചേരേണ്ട 75ഓളം വാഹനങ്ങളാണ് PMGക്ക് സമീപം ഒതുക്കിയിട്ട് നശിക്കുന്നത് എന്നൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഡ്രൈവർമാരില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ, അതായത് ദിവസവേതന ജീവനക്കാരെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ആ ജോലിയെങ്കിലും തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും സർക്കാരുകളുമായി എല്ലാ ദിവസവും ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ട്രാൻസ്പോർട്ട് മന്ത്രിയെ കണ്ടിരുന്നു. അതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പക്ഷേ യാതൊരു വിധത്തിലുമില്ല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് വരാനാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ മുഴുവനായുള്ള ഏതാണ്ട് 2000ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി എത്താനാണ് സാധ്യത. ശരി, ആഷിൻ ഡിയോഗാണ് വിവരങ്ങൾ നൽകിയത്.